നിങ്ങൾ ഇന്ന് വീഡിയോ കാണുന്നത് ഒരുപക്ഷെ ഒരു സ്മാർട്ട് ഫോണിൽ കൂടിയോ ഒരു ലാപ്ടോപ്പിൽ കൂടിയോ ആകാം. നമ്മളുടെയൊക്കെ വീടുകളിൽ ഇന്ന് എല്ലാവിധ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളും ഉണ്ടാകാം. സോളാർ പാനലുകൾ ഇന്ന് എല്ലാ വീടുകളിലും പൊതുസ്ഥാപനങ്ങളിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പൊതുനിരത്തുകളിൽ ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. AI എന്ന മോസ്റ്റ് മോഡേൺ ടെക്നോളജി നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം സാങ്കേതിക സംവിധാനങ്ങൾ അതുപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അത് ഏതൊക്കെയാണെന്നും അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നതെന്നും ഈ ലോകത്ത് അതിൻ്റെ ഡിമാൻഡ് എത്രത്തോളമാണെന്നും അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് പരിശോധിച്ചാലോ. ഇന്ത്യാസ് ക്രിട്ടിക്കൽ മിനറൽസ് എ സ്ട്രാറ്റജിക് ഇമ്പരേറ്റീവ് ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത്. 2030 വേൾഡ് ക്രിട്ടിക്കൽ മിനറൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം $32 ബില്യൺ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. അത്ര വലിയൊരു മാർക്കറ്റ് വളർന്നു വരുമ്പോൾ നമ്മുടെ രാജ്യത്തിന്, പ്രത്യേകിച്ചും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി കുതിക്കാൻ തയ്യാറെടുക്കുന്ന നമ്മുടെ രാജ്യത്തിന് നിലവിൽ നമ്മുടെ പൊസിഷൻ എന്താണ്, നമുക്കിനി എത്രത്തോളം സാധ്യതകളുണ്ട്, അത്തരം സാധ്യതകളിലേക്ക് വളർന്നു വരണമെങ്കിൽ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നാഷണൽ ക്രിട്ടിക്കൽ മിഷൻ അവതരിപ്പിച്ചു. ആസ് ഇന്ത്യ embarks on the journey of Vikasit Bharat 2047, minerals will continue to play an important role for the nation's progress. 2047 വികസിത് ഭാരത് എന്ന് പറയുന്ന ലക്ഷ്യം മുൻനിർത്തി കുതിക്കുന്ന നമ്മുടെ രാജ്യത്തിന് ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആവശ്യമായിട്ടുള്ള ക്രിട്ടിക്കൽ മിനറൽസുകൾ, റയർ എർത്ത് എലമെൻറ്റുകൾ, അതിൻ്റെ മൈനിങ് എക്സ്പ്ലോറേഷൻ നടത്തി അതിനെ പ്രോസസ്സ് ചെയ്ത് അതിനെ റിഫൈൻ ചെയ്ത് നമ്മുടെ ഡിമാൻഡിന് ആവശ്യമായിട്ടുള്ള ഇത്തരം പ്രൊഡക്റ്റുകളെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. സോ അതിനു വേണ്ടിയിട്ട് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ഒരു ഹോളിസ്റ്റിക് ആക്ഷൻ പ്ലാൻ തന്നെയാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും പോളിസി റിഫോംസുകൾ, ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി സെറ്റ് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റുകൾ, പ്രത്യേകിച്ചും സ്കിൽഡ് ലേബേഴ്സിനെ നമുക്ക് ആവശ്യമാണ്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ടെക്നോളജി, അഡ്വാൻസ്ഡ് മോഡേൺ ടെക്നോളജികൾ നമുക്ക് വേണം. പിന്നെ ഇൻ്റർനാഷണൽ കൊളാബറേഷൻസും. സോ ഇത്തരം പല പദ്ധതികളിലൂടെയുമാണ് നമ്മുടെ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ നമ്മൾ സാധ്യമാക്കാൻ പോകുന്നത്. അണ്ടർസ്റ്റാൻഡിങ് റയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ്. ഏകദേശം 17ഓളം എലമെൻറ്റുകളാണ്, റയർ എർത്ത് എലമെൻറ്റുകളാണ് ഇന്ന് ഹൈടെക് ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്നത്. വേൾഡ് റിസോഴ്സിൻ്റെ 6%, ഗ്ലോബൽ റയർ എർത്ത് എലമെൻറ്റിൻ്റെ 6% ഇന്ത്യ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, നമ്മുടെ മൈനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1% താഴെയാണ്. ഇനി ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മോഡേൺ ഇൻഡസ്ട്രിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽസ് ആണ് ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ആവശ്യമായിട്ടുള്ള, നമ്മുടെ രാജ്യത്തിൻ്റെ ഡിമാൻഡിന് ആവശ്യമായിട്ടുള്ള പല ക്രിട്ടിക്കൽ മിനറൽസുകളും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലിഥിയം കൊബാൾട്ട്, 100% ലിഥിയം കൊബാൾട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. 90% ഓഫ് നിക്കലും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. 2023 ജമ്മു കാശ്മീരിൽ നമ്മളൊരു ലിഥിയം കണ്ടെത്തിയിട്ടുണ്ട്, ലിഥിയം ഫീൽഡ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെയ്ക്കും അവിടെ മൈൻ ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല. ഇനിയൊരു ഗ്ലോബൽ റയർ എർത്ത് ഓണർഷിപ്പ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഗ്ലോബലി അവൈലബിൾ ആയിട്ടുള്ള റയർ എർത്ത് ഫീൽഡുകളുടെ മൈനിങ് പ്രൊഡക്ഷന് അതിനകത്ത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ചൈനയാണ്. ഏകദേശം 68.6% ചൈനയുടെ ഗ്ലോബൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അവരാണ് ഇതിനകത്തെ ഡോമിനേറ്റിംഗ് കൺട്രി എന്ന് പറയുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് നിൽക്കുന്ന മാനുഫാക്ചറേഴ്സ് ആയിട്ടുള്ള US-ൻ്റെ മൈനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 12.3% ആണ്. ചൈനയുടെ ഭാഗത്ത് ഇനിയും 40% റിസർവ് ഉണ്ട്, അവർക്ക് ഇനിയും മൈൻ ചെയ്യാനുണ്ട്. പക്ഷേ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള US-ന് 1.64% മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ചൈന എങ്ങനെയാണ് ലോകത്തെ ഒരു ഡോമിനേറ്റിംഗ് പവറായിട്ട് മാറുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യ US ട്രേഡ് വാറൊക്കെ വന്നു. US വളരെ അഗ്രസീവായിട്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേപോലൊരു സമീപനം ചൈനയോട് കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇപ്പോൾ ചൈനയോട് അത്തരത്തിലുള്ളൊരു സമീപനം കാണിച്ചു കഴിഞ്ഞാൽ ചൈന ഇപ്പോൾ അനൗൺസ് ചെയ്യുകയാണ്, ഇനി US-ന് ആവശ്യമായിട്ടുള്ള റയർ എർത്ത് എലമെൻറ്റുകൾ, ക്രിട്ടിക്കൽ മിനറൽസുകൾ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ US-ൻ്റെ ഡാറ്റാ സെൻറ്റർ ഇൻഡസ്ട്രി, സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി, AI ഇൻഡസ്ട്രി ഇതൊക്കെ സ്ലോ ഡൗൺ ചെയ്യപ്പെടും. അതുകൊണ്ട് US-ന് ഒരിക്കലും ചൈനയെ അത്ര അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയെ പറ്റും. കാരണം ചൈനയുടെ ഭാഗത്താണ് വേൾഡ് മൈനിങ്ങിൻ്റെ 60% ചൈനയുടെ ഭാഗത്താണ്. അവരാണ് വേൾഡിലെ പല രാജ്യങ്ങൾക്കും ക്രിട്ടിക്കൽ മിനറൽസും റയർ എർത്ത് എലമെൻസുകളൊക്കെ സപ്ലൈ ചെയ്യുന്നത്. ഇന്ത്യാസ് പോളിസി ത്രസ്റ്റ്.
ഈ ഒരു നാഷണൽ ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള പോളിസി റിഫോംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കാം. 2023 മൈൻസ് ആൻഡ് മിനറൽസ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നു. ആ ആക്ടിലൂടെ ഏകദേശം 6ഓളം റെയർ എർത്ത് എലമെൻറ്റുകളെ ആറ്റോമിക് മിനറൽസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നും ഡീലിസ്റ്റ് ചെയ്ത് പ്രൈവറ്റ് കമ്പനികൾക്കും ഇത്തരം മിനറൽസുകൾ എലമെൻറ്റുകൾ മൈൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു പോളിസി കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 24ഓളം ക്രിട്ടിക്കൽ മിനറൽ ബ്ലോക്കുകൾ ഇനി വരും വർഷങ്ങളിൽ ഓപ്ഷൻ ചെയ്യപ്പെടാൻ പോവുകയാണ്. അതുപോലെ നാഷണൽ മിനറൽ പോളിസി 2019 അതെന്ന് പറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് പൊട്ടൻഷ്യൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. പിന്നെ പലതരത്തിലുള്ള PLI സ്കീമുകൾ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ സെക്ടറിനും അതുപോലെ നമ്മുടെ ഇലക്ട്രോണിക്സ് സെക്ടറിനും ഒക്കെയാണ് കൂടുതലായിട്ടും ക്രിട്ടിക്കൽ മിനറൽസുകളും റെയർ എർത്ത് എലമെൻറ്റുകളും ഒക്കെ ആവശ്യമായിട്ടുള്ളത്. സോ അത്തരം സെക്ടറുകളെ PLI സ്കീമുകളിൽ ഉൾപ്പെടുത്തുകയും പിന്നീട് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ്റെ ഭാഗമായിട്ട് കാബിൽ എന്ന് പറയുന്ന ഒരു കൺസോർഷ്യം ഫോം ചെയ്യുകയും ചെയ്തു. കാബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാൻജി ബിദേശ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കൺസോർഷ്യമാണ്. 3 കമ്പനികളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന് നാഷണൽ അലൂമിനിയം കമ്പനി നാൽക്കോ, മറ്റൊന്ന് HCL ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്, പിന്നീട് മിനറൽസ് ആൻഡ് എക്സ്പ്ലോറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനി. ഈ 3 കമ്പനികൾ ചേർന്നിട്ട് അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ അവർ നമ്മുടെ രാജ്യത്ത് ലഭ്യമല്ലാത്ത മിനറൽസുകൾ വേൾഡിൽ അത് മറ്റ് പല രാജ്യങ്ങളിലും ലഭ്യമാണ്. അത്തരം രാജ്യങ്ങളിലെ മിനറൽ ബ്ലോക്കുകളുടെ അക്വിസിഷൻ നടത്തി അവിടെ മൈനിങ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഈ പ്രോഡക്റ്റ് റിഫൈൻ ചെയ്ത് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കാബിൽ എന്ന് പറയുന്ന കൺസോർഷ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇനി എവിടെയൊക്കെയാണ് നമ്മുടെ ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ റെയർ എർത്ത് എലമെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് നോക്കാം. ഒന്നാമതായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രി 2030 നിലവിലുള്ളതിനേക്കാൾ 30% സെയിൽസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മളെ രാജ്യം ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഇലക്ട്രിക് വെഹിക്കിൾസിനകത്ത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററി തന്നെയാണ്, ലിഥിയം അയൺ ബാറ്ററി. ലിഥിയം അയൺ ബാറ്ററി നിർമ്മിക്കുന്നതിന് ഒരുപാട് ക്രിട്ടിക്കൽ മിനറൽസുകൾ റെയർ എർത്ത് എലമെൻസുകൾ ആവശ്യമാണ്. പിന്നീട് റിന്യൂവബിൾ എനർജി, നമ്മളുടെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു റിന്യൂവബിൾ എനർജിയുടെ ഒരു സാധ്യതകൾ, BESSൻ്റെ സാധ്യതകൾ. സോ നമ്മുടെ സോളാർ പ്ലാന്റുകൾ, നമ്മുടെ വിൻഡ് ടർബൈൻ പ്ലാന്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ മിനറൽസുകൾ, റെയർ എർത്ത് എലമെൻസുകൾ ആവശ്യമാണ്. പിന്നീട് അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി, ഡാറ്റാ സെൻറ്റർ ഇൻഡസ്ട്രി, നമ്മുടെ സ്മാർട്ട് ഫോൺ ഹബ്ബ്, ഇത്തരം ഇൻഡസ്ട്രികളൊക്കെ വളരെ ഗ്രോത്ത് പ്രൊജക്ഷൻ ഉള്ളതാണ്. ഇത്തരം ഇൻഡസ്ട്രികൾക്കൊക്കെ വളരണമെങ്കിൽ ക്രിട്ടിക്കൽ മിനറൽസ് ആവശ്യമാണ്. ഡിഫൻസ് ടെക്നോളജി, ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഡിഫൻസ് പ്രൊഡക്റ്റുകൾ നമ്മൾ തന്നെ നിർമ്മിച്ച് ലോകത്തെ പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുകയാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഗ്രോത്തും ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ മിനറൽസുകളും റെയർ എർത്ത് എലമെൻറ്റുകളും ആവശ്യമാണ്. ഇനി എവിടെയൊക്കെയാണ് ഈ ഒരു തീം വളർന്നു വരികയാണെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന ചാലഞ്ചസുകൾ, നമ്മുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും പ്രോസസ്സിംഗ് ഗ്യാപ്പ് തന്നെയാണ്. ചൈന എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ ലീഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ കയ്യിലാണ് ഇന്ന് ലോകത്ത് ലഭ്യമായിട്ടുള്ള മോസ്റ്റ് മോഡേൺ അഡ്വാൻസ്ഡ് ടെക്നോളജി. ക്രിട്ടിക്കൽ മിനറൽസുകളെ മൈൻ ചെയ്യാനും ആ മിനറൽസുകളെ റിഫൈൻ ചെയ്തെടുക്കുവാനുമുള്ള ടെക്നോളജി ചൈനയുടെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ അത് ഇല്ല, വളരെ കുറവാണ്. സോ ഈ ഒരു പ്രോസസ്സിംഗ് ഗ്യാപ്പ് നമുക്കൊരു ചലഞ്ചാണ് ആക്ച്വലി. ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യ ചൈന തമ്മിലൊരു ഡീലൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ടെക്നോളജി ഷെയറിങ്ങിന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വരും വർഷങ്ങളിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. കൂടുതൽ ടെക്നോളജി അവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കും. നമ്മുടെ മൈനിങ് കുറച്ചും കൂടി വളരെ എളുപ്പത്തിൽ സാധിക്കും. മറ്റൊരു കേസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ്. ഹൈലി ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ബിസിനസ്സാണിത്. കാരണം ഒരുപാട് വർഷങ്ങൾ നല്ല എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വേണം ഈ മൈനിങ് പ്രോസസ്സ് നടത്താൻ. ഇനി മൈൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും ഈ പറയുന്ന മിനറൽ ബ്ലോക്കുകളൊന്നും അവിടെ ഇല്ലെങ്കിൽ ഈ പറയുന്ന ക്യാഷെല്ലാം, ഈ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷെല്ലാം നമുക്ക് വെറുതെ ആയി പോകും. അപ്പോൾ നല്ല ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് വർഷങ്ങളെടുത്ത് വേണം മൈനിങ്ങും റിഫൈനിങ്ങും ഒക്കെ നടത്താൻ. സോ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് വളരെ അധികം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഹൈലി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണിത്. പിന്നീട് എൻവയോൺമെൻറ്റൽ കൺസേൺസ്, പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലാണ് പലപ്പോഴും അല്ലെങ്കിൽ ഇത്തരം മിനറൽ ബ്ലോക്കുകളൊക്കെ പലപ്പോഴും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പരിസ്ഥിതിവാദികളുടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളാണെങ്കിൽ വളരെ സെൻസിബിൾ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് മാറും. സോ ഗവൺമെൻറ്റിന് അതും ഒരു വലിയ കൺസേൺ ആണ്. ഇനി ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വാല്യൂ അഡീഷനാണ്. നമ്മൾ റോ മെറ്റീരിയൽ എക്സ്പോർട്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇത്തരം റോ മെറ്റീരിയലുകളെ മൈൻ ചെയ്ത് പ്രോസസ്ഡ് പ്രോഡക്റ്റുകളാക്കി മാറ്റി അത്തരം ക്രിട്ടിക്കൽ കമ്പോണൻ്റ് മിനറൽസുകൾ, റെയർ എർത്ത് എലമെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നമ്മുടെ സെക്ടറിന് വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്ന, നമ്മുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു
കണ്ടീഷൻ, ഒരു സാധ്യത നമുക്കുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫിക്കേഷൻ, ഒരു ചൈന പ്ലസ് എക്കോണമി എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക് കണ്ടീഷൻ ഇപ്പോൾ നിലവിലുണ്ട്. കൂടുതലായും ഇത്തരം റെയർ എർത്ത് എലമെൻറ്റുകളായി ക്രിട്ടിക്കൽ കമ്പോണൻറ്റുകളെയും വേൾഡിലെ പല രാജ്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ചൈനയാണ്. സോ ചൈനയിൽ നിന്ന് മാറി ഇന്ത്യക്ക് ഇത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഒരുപാട് രാജ്യങ്ങൾ വരും, നമ്മുടെ കയ്യിൽ നിന്നും ഇത് വാങ്ങുവാൻ ഒരുപാട് രാജ്യങ്ങൾ വരും. സോ അത് നമുക്ക് വളരെ വലിയൊരു സാധ്യതയാണ്. ഇനി സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിലൂടെ നമുക്കിത് സാധിക്കും. കാരണം നമ്മുടെ രാജ്യത്ത് ലഭ്യമല്ലാത്ത മിനറൽസുകൾ അവൈലബിൾ ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകാനും അവരുടെ മിനറൽസുകൾ അക്വിസിഷൻ നടത്തി അവിടെ നിന്ന് മൈനിങ് സാധിക്കും. ഇപ്പോൾ ചിലി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ, അർജൻറ്റീന തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഈ മിനറൽസിൻ്റെ വളരെയധികം റിസോഴ്സുകളുണ്ട്. സോ ഇത്തരം രാജ്യങ്ങളുമായിട്ടൊരു അലയൻസ് ഉണ്ടാക്കി അവരുടെ മൈനിങ് ഫീൽഡുകൾ അക്വിസിഷൻ നടത്തി നമ്മുടെ കമ്പനികൾ, ഇപ്പോൾ കാബിൽ പോലെയുള്ള കൺസോർഷ്യം, ആ കമ്പനികൾക്ക് അവിടെ പോയിട്ട് ഈ മൈനിങ് നടത്താനും നമുക്ക് ആവശ്യമായിട്ടുള്ള ലിഥിയം, കൊബാൾട്ട്, നിക്കൽ പോലെയുള്ള പ്രൊഡക്റ്റുകൾ, മിനറൽസുകൾ നമുക്ക് അവിടെ നിന്ന് മൈൻ ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും. ഫ്യൂച്ചർ ഔട്ട്ലുക്ക്, ഇന്ത്യാസ് റോൾ ഇൻ ഗ്ലോബൽ മിനറൽ സെക്യൂരിറ്റി. 2030 ഇന്ത്യയുടെ ക്രിട്ടിക്കൽ മിനറൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 5 ഇരട്ടിയിലധികമാണ് ഉയരാൻ പോകുന്നത്. ലിഥിയത്തിൻ്റെ ഡിമാൻഡ് തന്നെ 3,50,000 ടണ്ണായിട്ട് ഉയരാൻ പോവുകയാണ്. ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ അവതരിപ്പിച്ചു. സ്ട്രോങ് പോളിസി സപ്പോർട്ടുകൾ കൊണ്ടുവന്നു. നമ്മുടെ ഇതിൻ്റെ മൈനിങ്ങിനും റിഫൈനിങ്ങിനും ആവശ്യമായിട്ടുള്ള മോസ്റ്റ് മോഡേൺ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് R&D ഡെവലപ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 2030 ഏകദേശം $32 ബില്യൺ ഗ്ലോബൽ ക്രിട്ടിക്കൽ മിനറൽ മാർക്കറ്റിൽ നമ്മളും ഒരു പാർട്ടാകും. ചൈന പോലെ തന്നെ ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ, റെയർ എർത്ത് എലമെൻസിൻ്റെ ഒരു ഗ്ലോബൽ ഹബ്ബായിട്ട് മാറാൻ ഇത്തരം പദ്ധതികളിലൂടെ നമ്മുടെ രാജ്യത്തിനും കഴിയും. അങ്ങനെ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ്റെ ഭാഗമായിട്ട് ആ ഒരു തീം വളർന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് പൊട്ടൻഷ്യൽ ഉണ്ടാകാൻ പോകുന്ന, വളർച്ച കൈവരിക്കാൻ പോകുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഒരുപക്ഷെ മൈനിങ് സെക്ടർ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ മൈനിങ് സെക്ടറിൽ വളരാൻ സാധ്യതയുള്ള കമ്പനികൾ ഏതൊക്കെയാണ്, അത്തരം കമ്പനികൾക്ക് NCMMൻ്റെ പാർട്ടായിട്ട് എന്ത് റോളാണ് അവർക്കുണ്ടാവുക, അവരുടെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മളിനി ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, പഠനാവശ്യാർത്ഥം മാത്രം ചിത്രീകരിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം ഇനി പറയാൻ പോകുന്ന കമ്പനികളിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായും നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഹെൽപ്പോടു കൂടി മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ അതിൽ ആദ്യത്തെ കമ്പനി എന്ന് പറയുന്നത് നാൽക്കോ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാബിൽ എന്ന് പറയുന്ന കൺസോർഷ്യത്തിലെ ഒരു ലീഡിംഗ് പ്ലെയർ എന്ന് പറയുന്നത് നാൽക്കോ ആണ്. ഇനി നാൽക്കോയ്ക്ക് NCMMൻ്റെ റോള് എന്തൊക്കെയാണെന്ന് നോക്കാം. നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡ് ഈസ് പൊസിഷൻഡ് ആസ് എ കീ പബ്ലിക് സെക്ടർ പ്ലെയർ ഇൻ ദ ഇവോൾവിംഗ് ഇന്ത്യൻ ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ. നാൽക്കോ is a lead partner in Kanji Bidesh India Limited, a joint venture with Hindustan Copper and Mineral Exploration Corporation Limited. നമ്മൾ മുന്നേ പറഞ്ഞു HCLും MECLും നാൽക്കോയും കൂടി ചേർന്നിട്ടാണ് കാഞ്ചി ബിദേശ് ഇന്ത്യ ലിമിറ്റഡ്, കാബിൽ എന്ന് പറയുന്ന ഒരു കൺസോർഷ്യം ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാന പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളിൽ നിന്നും മിനറൽസ് ബ്ലോക്കുകൾ അക്വിസിഷൻ നടത്തി അവിടെ മൈനിങ് നടത്തി അവിടെ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ക്രിട്ടിക്കൽ മിനറൽസുകൾ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ടെക്നിക്കൽ കൊളാബറേഷൻ നാൽക്കോ ചെയ്യുന്നുണ്ട്. ഓയിൽ ഇന്ത്യയുമായിട്ട് ചേർന്നിട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള MOU സൈൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ടെക്നോളജി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, മൈനിങ് മാത്രം പോരല്ലോ, മൈനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ടെക്നോളജി ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ടെക്നോളജി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളുമായിട്ട് ചേർന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നാൽക്കോ ചെയ്തിട്ടുള്ളത്. ഇനി ഈ തീമിൽ വളർന്നു വരാൻ സാധ്യതയുള്ള മറ്റൊരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. കോപ്പറിൻ്റെ ഒരു ഡിമാൻഡ് എത്രത്തോളം ആയിരിക്കും ഭാവി ഇന്ത്യയിലെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഇപ്പോൾ കോപ്പറിൻ്റെ ഒരു കൺസംഷൻ ചാർട്ട് നോക്കുകയാണെങ്കിൽ വേൾഡിലെ 57% കോപ്പർ കൺസംഷനും ചൈനയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു പൊസിഷൻ അവിടെ നോക്കുകയാണെങ്കിൽ 1% എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലാണ് ഇന്ത്യ ഉള്ളത്. സോ ഇന്ത്യക്ക് ഇനി ഒരുപാട് വളരാനുണ്ട്. നമ്മുടെ കോപ്പർ കൺസംഷൻ ഇനി ഭാവിയിൽ ഒരുപാട് ഉയരാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ വേൾഡിലെ റിഫൈൻഡ് കോപ്പർ കൺസംഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ സെക്ടറിലേക്കാണ്, 48%. പക്ഷേ ഇന്ത്യയുടെ ഒരു കൺസംഷൻ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ സെക്ടറിലേക്കാണ് ഏറ്റവും കൂടുതൽ കോപ്പർ കൺസംഷൻ നടന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പവർ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ബിക്കോസ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രോജക്റ്റുകൾ, 100 സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുകൾ, നമ്മുടെ മെട്രോ റെയിൽവേ പ്രോജക്റ്റുകൾ, നമ്മുടെ ഡിഫൻസ് പ്രോജക്റ്റ് ആത്മനിർഭർ പ്രോജക്റ്റ്, അതുപോലെ 2032 കൂടി 500 GW എന്ന് പറയുന്ന ഒരു റിന്യൂവബിൾ എനർജി ടാർഗറ്റ് നമ്മൾ മുന്നിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് സെക്ടറിലേക്ക് നമ്മൾ ഒരുപാട് PLI സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പവർ ഇൻഫ്രാസ്ട്രക്ചറിന് ഒരുപാട് വളരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കോപ്പറിൻ്റെ ഡിമാൻഡ്, പവർ ഇൻഫ്രാസ്ട്രക്ചറിൽ പവർ കേബിൾസുകൾ വേണമല്ലോ. അപ്പോൾ ഈ കേബിൾസുകൾ നിർമ്മിക്കണമെങ്കിൽ കോപ്പർ ആവശ്യമാണ്. സോ കോപ്പറിൻ്റെ ഡിമാൻഡ് നമ്മുടെ രാജ്യത്ത് ഇനി അടുത്ത ഒരു 4-5 വർഷത്തിനുള്ളിൽ ഒരു ഹ്യൂജ് ഡിമാൻഡ് ഉണ്ടാവാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്, ബിക്കോസ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ആണ് കോപ്പറിൻ്റെ ഒരു സോൾ മൈനിങ് കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ. സോ അവരെങ്ങനെയാണ് അവരുടെ മൈനിങ് എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നോക്കാം. 2024-25 ഒരു വർഷത്തിൽ 3.47 മില്യൺ ടണ്ണാണ് മൈൻ ചെയ്യുന്നതെങ്കിൽ 2030 കൂടി അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു വർഷത്തിൽ 12.2 മില്യൺ ടൺ മൈൻ ചെയ്യണമെന്നാണ്. അതായത് 4 ഇരട്ടി 4x ഗ്രോത്താണ് അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ HCL പ്ലാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് കമ്പനി എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് ആണ്. ക്രിട്ടിക്കൽ മിനറൽസ് പ്ലേയിൽ ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ഒരു പൊസിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹിന്ദുസ്ഥാൻ സിങ്ക് ഇന്ത്യസ് ഓൺലി ഇൻ്റഗ്രേറ്റഡ് സിങ്ക് ആൻഡ് ലെഡ് പ്രൊഡ്യൂസറാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സിൽവർ മൈനിങ് കമ്പനിയിൽ, സിൽവർ പ്രൊഡ്യൂസിങ് കമ്പനിയിലെ ഏക ലിസ്റ്റഡ് കമ്പനിയാണ്. വേൾഡിൽ ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ഒരു ഗ്ലോബൽ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് ലാർജസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് സിങ്ക് പ്രൊഡ്യൂസറാണ്. വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് സിങ്ക് റിസർവ്സ് ആൻഡ് റിസോഴ്സസ് ഉള്ള കമ്പനിയാണ്. ക്രിസിലിൻ്റെ AAA റേറ്റഡ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇനി ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്ന ഒരു സെക്ടറിലേക്ക്, ഒരു തീമിലേക്ക് അവരെങ്ങനെയാണ് കടന്നു വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. സെൻട്രൽ ഗവൺമെൻറ് പ്ലാൻസ് ടു ഓപ്ഷൻ 24 ക്രിട്ടിക്കൽ മിനറൽസ് എസ്പെഷ്യലി ലിഥിയം, കൊബാൾട്ട്, ടങ്സ്റ്റൺ ആൻഡ് റയർ എർത്ത് എലമെൻസുകൾ. സോ ഈ മിനറൽസുകളൊക്കെ, ഈ റയർ എർത്ത് എലമെൻറ്റുകളൊക്കെ മൈൻ ചെയ്യാനുള്ള പുതിയ മിനറൽസ് ബ്ലോക്കുകൾ ഓപ്ഷൻ ചെയ്യാൻ പോവുകയാണ് വരും വർഷങ്ങളിൽ. സോ ഇതിലെ ഒരു ലീഡിംഗ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഈ ഓപ്ഷനിൽ ഡെഫിനറ്റ്ലി ഹിന്ദുസ്ഥാൻ സിങ്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇതിലെ ഒരു എക്സ്പേർട്ട് പ്ലെയർ ആയതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ പല മൈനിങ് പ്രോജക്റ്റുകളും കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പോൾ നിലവിൽ തന്നെ പല മൈനിങ് പ്ലാന്റുകളും അവർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുവഴി പല ക്രിട്ടിക്കൽ മിനറൽസുകളും അവർ മൈൻ ചെയ്ത് എടുക്കുന്നുമുണ്ട്. സോ ഇനി വരുന്ന വർഷങ്ങളിൽ ഇത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയായിരിക്കും വളരെ കൂടുതൽ. മറ്റൊരു കമ്പനി വേദാന്ത. ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്നത് വേദാന്തയുടെ ഒരു സബ്സിഡറി കമ്പനിയാണ്. മൈനിങ് സെക്ടറിലെ ഒരു ജയൻറ്റ് തന്നെയാണ് വേദാന്ത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി വേദാന്തയുടെ ഒരു റോൾ എങ്ങനെയാണെന്ന് നോക്കാം. Vedanta is actively exploring and acquiring exploration license for critical minerals such as copper, zinc, aluminum, silver, cobalt, etc. The company has acquired valuable mineral blocks in critical minerals through government actions, including vanadium and graphite in Arunachal Pradesh, cobalt, manganese and iron in Karnataka, tungsten blocks through its subsidiary Hindustan Zinc Limited in Andhra Pradesh. അപ്പോൾ അതിൻ്റെ സബ്സിഡറി കമ്പനികളിലൂടെയും ഇവരുടെ ഓൺ കമ്പനികളിലൂടെയും തന്നെ പലതരത്തിലുള്ള മൈനിങ് ബ്ലോക്കുകൾ അവർ ഓൾറെഡി അക്വയർ ചെയ്ത് കഴിഞ്ഞു, തമിഴ്നാട്ടിലും ആന്ധ്രയിലും അരുണാചൽ പ്രദേശിലും കർണാടകയിലൊക്കെ. അപ്പോൾ ഇത്തരം മൈനിങ് ബ്ലോക്കുകളിലൂടെയൊക്കെ ഭാവിയിൽ ഒരുപാട് ക്രിട്ടിക്കൽ മിനറൽസുകൾ മൈൻ ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ക്രിട്ടിക്കൽ മിനറൽ റേസിൽ ഒരു പാർട്ടാവാൻ വേദാന്തയും ഉണ്ടായിരിക്കും. പിന്നെ വേദാന്തയുടെ പുതിയൊരു സ്ട്രാറ്റജി അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വേദാന്ത 2.0 സ്ട്രാറ്റജി എന്നാണ്. അത് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എനർജി ട്രാൻസിഷൻ മെറ്റൽസിലാണ്. ക്ലീൻ എനർജിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ റിന്യൂവബിൾ എനർജി സെക്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രിട്ടിക്കൽ മിനറൽസുകൾ മൈൻ ചെയ്തെടുക്കുന്ന പ്രോജക്റ്റിലേക്കാണ് അവർ മെയിനായിട്ടും ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതിലേക്കായിട്ട് അവർ ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റും പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ ആത്മനിർഭർ ഭാരത് പ്രോജക്റ്റുകൾ, നമ്മുടെ ഡിഫൻസ് പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രിട്ടിക്കൽ മിനറൽസുകൾ മൈൻ ചെയ്യാനും റിഫൈൻ ചെയ്യാനും അത് പ്രോസസ്സ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകളിലും വേദാന്ത പാർട്ടാകുന്നുണ്ട്. ദ കമ്പനി പ്ലാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് അറൌണ്ട് 20 ബില്യൺ ഓവർ ദ നെക്സ്റ്റ് 3 years. അടുത്ത 3 വർഷത്തിനുള്ളിൽ 20 ബില്യണോളമാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് മാത്രമായിട്ട്, ഈ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്ന മൈനിങ് പ്രോജക്റ്റിലേക്ക് മാത്രമായിട്ട് വേദാന്ത ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സോ വേദാന്തയ്ക്കും വരും കാലങ്ങളിൽ ഇന്ത്യയുടെ ക്രിട്ടിക്കൽ മിനറൽസ് റേസിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ടായിരിക്കും. മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് NMDC ആണ്. NMDCയുടെ ഒരു
എക്സ്പാൻഷൻ ആൻഡ് അക്വിസിഷൻ പ്ലാൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേ ആർ ആക്റ്റീവ്ലി പെർസ്യൂയിങ് ഓവർസീസ് അക്വിസിഷൻസ് ഓഫ് ക്രിട്ടിക്കൽ മിനറൽസ് ഫോക്കസിങ് ഓൺ റീജിയൻസ് ലൈക്ക് ആഫ്രിക്ക, ഓസ്ട്രേലിയ ആൻഡ് സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്കയിലൊക്കെ ഉള്ള പല മിനറൽ ബ്ലോക്കുകളും അക്വിസിഷൻ നടത്തി അവിടെ നിന്ന് മൈനിങ് നടത്തി നമുക്കാവശ്യമായിട്ടുള്ള മിനറൽസുകൾ കൊണ്ടുവരാനുള്ള പദ്ധതികൾ NMDCയും ആവിഷ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2025 അവർ ദുബായിൽ അവരുടെ പുതിയ ഒരു ഓഫീസ് തുറന്നു. അവരുടെ ഒരു സ്ട്രാറ്റജിക് ഹബ്ബാണ്. സോ ഒരു ഡൊമസ്റ്റിക് ഒരു മാനുഫാക്ചറേഴ്സ് എന്നുള്ള നിലയിൽ നിന്നും ഒരു ഗ്ലോബലി ഡൈവേഴ്സ്ഡ് മാനുഫാക്ചറേഴ്സ് എന്നുള്ളൊരു ലെവലിലേക്ക് NMDCയും വളരാൻ തുടങ്ങുകയാണ്. ഓവർസീസ് കൺട്രീസിൽ നിന്നുമുള്ള മൈനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിമാൻഡിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് എത്തിക്കാനുള്ള പദ്ധതികൾ അവരും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവർ മെയിനായിട്ടും ടാർഗറ്റ് ചെയ്യുന്ന മിനറൽസ് ലിഥിയം, കോപ്പർ, കൊബാൾട്ട് ഒക്കെയാണ്. ഇതൊക്കെ മെയിനായിട്ടും നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻഡസ്ട്രിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള മിനറൽസുകളാണ്. ഈ ഒരു തീമിൽ വരുന്ന മറ്റൊരു കമ്പനിയാണ് GMDC, ഗുജറാത്ത് മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. GMDCയുടെ സ്ട്രാറ്റജിക് പ്ലാൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. GMDC has set up a specialized division focused on lithium, rare earths, copper and phosphate exploration. സോ അവരൊരു സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ തന്നെ റയർ എർത്ത് മൈനിങ്ങിന് വേണ്ടിയിട്ടും ക്രിട്ടിക്കൽ മിനറൽ മൈനിങ്ങിന് വേണ്ടിയിട്ടും റെഡിയാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗുജറാത്തിലെ അമ്പതോങ്കർ ഡെപ്പോസിറ്റ് വൺ ഓഫ് ദ ലാർജസ്റ്റ് റയർ എർത്ത് എലമെൻറ്റ് റിസോഴ്സസ് ആണ് ഗ്ലോബലി. അവിടെ ഒരു പുതിയൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് 2200 കോടി രൂപ മൈനിങ് ആൻഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 1300 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു ഏരിയയെ ഒരു വേൾഡ് ക്ലാസ് റയർ എർത്ത് എലമെൻറ്റ് പ്രോസസ്സിംഗ് ഹബ്ബാക്കി മാറ്റാനുള്ള പ്ലാനുമുണ്ട്. അതിലൂടെ 2028 ആകുമ്പോഴേക്കും ഏകദേശം 12,000 ടണ്ണിൻ്റെ റയർ എർത്ത് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനാണ് ഈ കമ്പനി പ്ലാൻ ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് 2028 ആകുമ്പോഴേക്കും ഉള്ള നമ്മുടെ രാജ്യത്തിൻ്റെ റയർ എർത്ത് ഓക്സൈഡിൻ്റെ ഡിമാൻഡിൻ്റെ 15% മീറ്റ് ചെയ്യാൻ ഈ ഒരു പദ്ധതി, ഈ ഒരു പ്രോജക്റ്റിലൂടെ സാധ്യമാകുമെന്നാണ് കമ്പനി വിചാരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പല സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുകളും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ പല PSU കമ്പനികളുമായിട്ടും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് മൈൻസുമായിട്ട് ചേർന്നിട്ടുള്ള MOUs, മിനറൽ എക്സ്പ്ലോറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്സും കമ്പനി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു തീമിൽ ഇനി അടുത്തതായി വരുന്നൊരു കമ്പനിയാണ്. ആക്ച്വലി ഇതൊരു മൈനിങ് കമ്പനിയല്ല. നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു മൈനിങ് കമ്പനികളെ കുറിച്ചിട്ടായിരുന്നു. ഇത് പക്ഷേ മൈനിങ് കമ്പനിയല്ല, പെർമനൻറ്റ് മാഗ്നറ്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. റയർ എർത്ത് മാഗ്നറ്റ്സുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ആക്ച്വലി നമ്മൾ ഈ സംസാരിച്ച വിൻഡ് ടർബൈൻ്റെ കേസിലായാലും അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളായാലും സ്മാർട്ട് മീറ്റർ ആയാലും ഇതിലൊക്കെ വളരെ ക്രൂഷ്യലായിട്ട് വരുന്നൊരു കമ്പോണൻ്റാണ് റയർ എർത്ത് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ കമ്പനിയുടെ ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 1,19,000 ടണ്ണായിരുന്നു റയർ എർത്ത് മാഗ്നറ്റ്സിൻ്റെ മാനുഫാക്ചറിങ് എങ്കിൽ 2030 കൂടി അത് 3,87,000ലേക്കും 2050 കൂടി അത് 7,50,000ലേക്കും എത്തുമെന്നാണ് പ്രൊജക്ഷൻസ് പറയുന്നത്. മോഡേൺ വെഹിക്കിൾസിൽ പ്രത്യേകിച്ചും ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ IC എഞ്ചിൻ വെഹിക്കിൾസിനേക്കാൾ കൂടുതൽ ഇലക്ട്രിക് മോട്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. 140ൽ പുറത്ത് ഇലക്ട്രിക് മോട്ടറുകളാണ് ഇലക്ട്രിക് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്മാർട്ട് മീറ്ററിൽ റയർ എർത്ത് മാഗ്നറ്റ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ട്രാക്ഷൻ മോട്ടോഴ്സിൽ റയർ എർത്ത് മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെവി വിൻഡ് ടർബൈൻസുകളിൽ റയർ എർത്ത് മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും റയർ എർത്ത് മാഗ്നറ്റ്സ് നിർമ്മിക്കുന്ന ഒരു കമ്പനി എന്നുള്ള നിലയിൽ ഈ തീമിൽ ഈ കമ്പനിക്കും വളർച്ചാ സാധ്യത ഭാവിയിൽ ഉണ്ടാകാം എന്ന് കരുതുന്നു. നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായി ഈ വീഡിയോയിലൂടെ സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട് വളർച്ചാ സാധ്യതയുള്ള സെക്ടറും അതിലെ മികച്ച കമ്പനികളെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു. ഒരുപക്ഷെ നമുക്കറിയാം ഈ ഒരു തീമിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസ്, ഒന്ന് ലാക്ക് ഓഫ് ടെക്നോളജി, മറ്റൊന്ന് ഹൈലി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. വളരെയധികം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ചധികം വർഷങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന് മാത്രമേ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുകളും മറ്റുമൊക്കെ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഭാവിയിൽ നമ്മുടെ രാജ്യത്തുണ്ടായേക്കാവുന്ന ക്രിട്ടിക്കൽ മിനറൽ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ ഒരുപക്ഷെ ഇത് മാത്രം കൊണ്ട് സാധിക്കണമെന്നില്ല. അവിടെയാണ് NCMMൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് മൂന്നാമതായി പറഞ്ഞിരിക്കുന്ന പോയിൻറ്റിൻ്റെ റിലവൻസ് എന്ന് പറയുന്നത് റീസൈക്ലിംഗ് ഓഫ് ക്രിട്ടിക്കൽ മിനറൽസ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യത്ത് വേസ്റ്റ് എന്ന് പറയുന്നത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേസ്റ്റിനെ റീസൈക്കിൾ ചെയ്ത് അതിൽ നിന്നും ക്രിട്ടിക്കൽ മിനറൽസിനെ റിഫൈൻ ചെയ്തെടുത്ത് റീയൂസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഫ്യൂച്ചറിൽ നമ്മുടെ രാജ്യത്തുണ്ടായേക്കാവുന്ന ക്രിട്ടിക്കൽ മിനറൽ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ ഇതുകൊണ്ടുകൂടി സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് സെപ്പറേറ്റ് ഗൈഡ് ലൈൻസ് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്.
ഇത്തരം കമ്പനികൾക്ക്, അതായത് ഇലക്ട്രോണിക് വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്ന കമ്പനികൾക്ക് പ്രത്യേക ഇൻസെൻറ്റീവ് സ്കീമുകൾ ഒരുപക്ഷെ ഭാവിയിൽ അനൗൺസ് ചെയ്തേക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഗൈഡ് ലൈൻസും കൊണ്ടുവന്നേക്കാം. സോ മൈനിങ് എന്ന് പറയുന്ന ഒരു തീം മാത്രമല്ല, വേസ്റ്റ് റീസൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു തീം കൂടി NCMMൻ്റെ ഭാഗമായിട്ട് വളർന്നു വരാൻ സാധ്യതയുള്ളതാണ്. ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക് വേസ്റ്റ് റീസൈക്ലിംഗ് തീമിൽ ഉൾപ്പെടുന്ന വളർച്ചാ സാധ്യതയുള്ള കമ്പനികളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിലൂടെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി വളർച്ചയ്ക്ക് 2047 ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളരാൻ തയ്യാറെടുക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ കുതിപ്പിന്, അതിനോടനുബന്ധിച്ച് വളരാൻ തയ്യാറെടുക്കുന്ന ഒരുപാട് ഇൻഡസ്ട്രികൾക്ക്, സ്മാർട്ട് ഇൻഡസ്ട്രികൾ, ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട്. സെമി കണ്ടക്ടർ, ഡാറ്റാ സെൻറ്റർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ വേൾഡിലെ ഇലക്ട്രോണിക് ഹബ്ബായിട്ട് മാറാൻ തയ്യാറെടുക്കുന്ന നമ്മുടെ രാജ്യത്തിന് ഒരുപക്ഷെ ഭാവിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്രിട്ടിക്കൽ മിനറൽ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറാൻ കൂടി സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ചൈന എപ്പോഴും നമുക്കറിയാമല്ലോ, എപ്പോഴും നമ്മൾ മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്തിന് അത് പല കാരണങ്ങൾ കൊണ്ട് സ്ലോ ഡൗൺ ചെയ്യിക്കും. നമ്മൾ വളർന്നു വരുന്നു എന്നുള്ള ഒരു തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എങ്ങനെയാണ് US നമ്മളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്, പക്ഷേ US ചൈനയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ ചൈന വളരെ ഡൊമിനേറ്റിംഗ് പവറായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. സോ ഭാവിയിൽ നമ്മളും ഇതുപോലെ തന്നെ ഡൊമിനേറ്റിംഗ് പവറായി മാറിക്കഴിഞ്ഞാൽ നമ്മളെ പിന്നെ നമ്മുടെ ഗ്രോത്തിനെ സ്ലോ ഡൗൺ ചെയ്യിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കാതെ വരും. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ NCMM എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിലൂടെ ക്രിട്ടിക്കൽ മിനറൽസിലെ ഒരു വേൾഡ് ഹബ്ബായി മാറാൻ നമ്മുടെ രാജ്യത്തിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ തീർത്തും പഠനാവശ്യാർത്ഥം മാത്രം ചിത്രീകരിച്ചതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ കൃത്യമായും നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായത്തോടു കൂടി മാത്രം ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതിൽ യാതൊരു മടിയും കാണിക്കരുത്. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ, മറ്റുള്ള വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നത് മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ താങ്ക്സ്.